ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫാമിലി ടൂറിൻ്റെ വ്ളോഗുമായിട്ടാണ്. ഇന്ന് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടൊന്നുമല്ല. ഇതിപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ക്രിസ്മസിന് വെക്കേഷന് ഞാൻ വീട്ടിൽ പോയപ്പം ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു ടൂറ് പോയതാണ്. അപ്പം ഇന്നലെ മൊബൈൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം കിടപ്പുണ്ട്. അപ്പം എന്നാൽ അത് നമുക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടേക്കാമെന്ന് കരുതി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നിയാൽ യൂട്യൂബിൽ കണ്ടാൽ മതിയല്ലോ. അല്ലാതെ എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഫോണിലൊക്കെ ഗ്യാലറിയൊക്കെ നിറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതെല്ലാം ഡിലീറ്റ് ആക്കി കളയുമല്ലോ. ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്നാണ് യാത്ര പോകുന്നത്. വാഗമണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ ഒരു 5:30 ആയപ്പോഴത്തേക്കും പുറപ്പെട്ടു. അത് ആദ്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വണ്ടി. ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലുള്ളവർ എല്ലാവരും ആദ്യം വണ്ടിയിൽ കയറി പോവുകയാണ്. അപ്പം വീട്ടിൽ ഇന്നലെ വന്നിട്ട് കുഞ്ഞുമായും മകളുമൊക്കെ ഉണ്ടായിരുന്നു. അവരും ഞങ്ങളുടെ വീട്ടിൽപ്പെട്ടവരും ഞാനും എൻ്റെ ഏഷ്ടത്തിയും അനിയത്തിയും ഉമ്മച്ചിയും വാപ്പിച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി വണ്ടി കയറി അങ്ങനെ പോവാണ്. അപ്പം ആലപ്പുഴ ചെന്നിട്ട് ആലപ്പുഴയല്ല, വളഞ്ഞവഴി ചെല്ലുമ്പോൾ 2 പേരെ കയറ്റാനുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞുമ്മാനെയും ഒരിത്താനെ മുതുമാടെ മകളെയും കയറ്റാനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലപ്പുഴ ചെന്ന് കൊച്ചാപ്പാനെയും കുഞ്ഞുമാനെയും കയറ്റണം. അങ്ങനെ എല്ലാവരെയും കയറ്റിയിട്ടാണ് ഞങ്ങൾ പോണത്. കുഞ്ഞുങ്ങളെല്ലാം നല്ല സന്തോഷത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ഇതുപോലെ ഫാമിലി ടൂറായിട്ടൊന്നും പോയിട്ടില്ലായിരുന്നു, എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ ഇതാദ്യമായിട്ട് വന്ന് പോകുന്നത്. അപ്പോൾ പിള്ളേരെല്ലാം നല്ല സന്തോഷത്തിലാണ്. അപ്പം ഞങ്ങൾ ഇതുപോലെ എല്ലാവരെയും കയറ്റി പോയി. പിന്നെ ആലപ്പുഴ എത്തിയില്ല. ആലപ്പുഴ എത്തിയിട്ട് കൊച്ചാപ്പാനെയും കുഞ്ഞുമാനെയും കയറ്റണം. പിന്നെ ഞങ്ങളുടെ 2 പൊടിക്കുഞ്ഞുങ്ങളും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അത് അവരുണ്ടായിട്ട് ഫസ്റ്റ് ടൂറാണ് ഞങ്ങളുടെ. എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിട്ടും ഫസ്റ്റ് ടൂറാണ്. പക്ഷെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം 8 മാസമേ ഉള്ളൂ, തത്തുവിനും അമ്രുവിനും. അപ്പം അവരെല്ലാം കൂടിയിട്ടാണ് ഞങ്ങൾ പോണത്. കുഞ്ഞുമായും കൊച്ചാപ്പയൊക്കെ കയറിയിട്ടുണ്ട്. കൊച്ചാപ്പ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല വൈബാണ്. കൊച്ചുങ്ങളുമായിട്ടൊക്കെ കൊച്ചാപ്പ നല്ല മിങ്കിളായി. എന്താ ഇപ്പോൾ പറയണ്ടേ, കൊച്ചാപ്പ പിള്ളേരുടെ കൂടെ പിള്ളേരായിട്ട് കൂടി നല്ല സെറ്റപ്പായിട്ടൊക്കെയാണ്. അപ്പം കൊച്ചാപ്പ തന്നെയാണ് ഈ ടൂറൊക്കെ പ്ലാൻ ചെയ്തത്. കൊച്ചാപ്പ വണ്ടി കിടന്ന് പിള്ളേരുമായിട്ടൊക്കെ നല്ല തുള്ളലാണ്. കൊച്ചാപ്പ കയറി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് ഒന്നുകൂടെ എനർജിയായി. പിള്ളേർക്കും വലിയവർക്കും എല്ലാം എനർജിയായി. അപ്പം അങ്ങനെ ഞങ്ങൾ വാഗമണിലേക്ക് പോവാണ്. ഞങ്ങൾ തണ്ണീർമുക്കം ബണ്ട് കൂടിയിട്ടാണ് പോണത്. തണ്ണീർമുക്കം ബണ്ട് കൂടി കോട്ടയം ചെന്നിട്ട് ആണ് പോകുന്നത്. ഞങ്ങളിതിൽ സ്ഥിരം യാത്ര ചെയ്യാറുള്ളതാണ്. ഞങ്ങൾ കോതമംഗലത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വരുമ്പോൾ എപ്പോഴും ഇതിൽ തന്നെയാണ് വരാറ്. പിന്നെ ഇതിപ്പോൾ ടൂറ് പോകുമ്പോൾ അതിൻ്റേതായിട്ടൊരു എനർജിയാണല്ലോ. കാഴ്ചകളൊക്കെ രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ വളരെയേറെ ഭംഗിയാണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോഴും കോതമംഗലത്ത് നിന്നൊക്കെ പോകുമ്പോൾ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെയാണ് പോകാറ്. ഇതിപ്പോൾ രാവിലെ തന്നെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് കാണാൻ തന്നെ. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പം ഞങ്ങൾ പുതുപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. പുതുപ്പള്ളിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം പുതുപ്പള്ളി കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്താ പിന്നെ പറയാൻ, എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ടൂറൊക്കെ പോണതിൻ്റെ. ടൂറെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ അത്ര സന്തോഷം ഉണ്ടാവില്ല. ഇതുപോലെ എല്ലാവരും കൂടെ കൂടിയിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് കാലം എത്തിയപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാൻ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ കയറിയപ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ടാകുന്നറിയാൻ വേണ്ടി എല്ലാവരെയും പേരൊക്കെ വിളിച്ചു. എല്ലാത്തിൻ്റെയും പേരൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് ആബ്സൻ സാർ എന്നൊക്കെ പറഞ്ഞ് നല്ല വൈബ്, ഒരു പ്രത്യേക വൈബിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. ഈ യാത്ര ഞങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള യാത്രയായിരുന്നു, നല്ല സന്തോഷത്തോടു കൂടിയുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടർന്ന് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും ഒരു പെട്രോൾ പമ്പ് കണ്ടു. പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തിയിട്ട് എല്ലാവർക്കും ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ അവിടെ നിർത്തി.
അപ്പം ഞങ്ങൾ ചായ എന്ന് പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുമായിരുന്നു, ചായയും കടിയെല്ലാം. പിന്നെ പത്തിരി മേടിച്ചു. പത്തിരി വാങ്ങിച്ചിട്ട് ഞങ്ങൾ പീസ് കറി ഉണ്ടാക്കി, അതാണ് വെച്ചിരുന്നത്. അങ്ങനെ അവിടെ തത്തുമോള് കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഒരേ വഴിയരികിലും എത്ര മനോഹരമായ കാഴ്ചകളാണെന്നോ, മലകളും പിന്നെ കുന്നുകളും ഒക്കെ നിറഞ്ഞ കാഴ്ചകളാണ്. ഒത്തിരി വളവുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ക്രിസ്മസിൻ്റെ അന്ന് നല്ല തിരക്കുള്ള ദിവസമാണല്ലോ, എല്ലാവരും പുറത്തിറങ്ങുന്ന ദിവസമാണല്ലോ ഇതുപോലെ ടൂറൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, മലകളൊക്കെ നിറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ട് പോവുകയാണ്. ഇതാ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങകലെ വണ്ടികൾ ഉറുമ്പഴഞ്ഞ് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ദൂരെ നിന്ന് വണ്ടി കാണുമ്പോൾ ചെറുതായിട്ട് നമുക്ക് തോന്നുമല്ലോ, ആ രീതിയിൽ. ഒത്തിരി വളവാണ്, ഒരിടത്തുനിന്ന് വളഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് കയറ്റം കയറിയൊക്കെയാണ് പോണത്. അപ്പോൾ ഒരിടം എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി. ഇതായത് എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ വണ്ടി കയറി യാത്ര തുടർന്നു. പിന്നെ ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ മൊട്ടക്കുന്നിലേക്കാണ് ഫസ്റ്റ് ഞങ്ങൾ പോയത്. അതിനുശേഷം അപ്പം അവിടെ മൊട്ടക്കുന്നിൽ വണ്ടി കൊണ്ടുവന്ന് ഒരു സൈഡിൽ റോട്ടിലരികിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി മൊട്ടക്കുന്നിലേക്ക് നടന്നു പോവുകയാണ്. ഒത്തിരി നടക്കാനുണ്ട്. അങ്ങനെ അവിടെയാണെങ്കിൽ ഇത് കണ്ടോ, എത്ര മനോഹരമായ പൂച്ചെടികളാണോ വിൽക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒത്തിരി കടകളുണ്ട്. ഒത്തിരി വഴിയോര കച്ചവടക്കാർ ഒരുപാടുണ്ട്. ഇതുപോലെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നതാണല്ലോ, അപ്പോൾ കച്ചവടം കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒത്തിരി കച്ചവടക്കാരുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നടന്നു പോവാണ്. ഇന്നത്തെ ദിവസമായതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങുകയാണ്. അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ ആദ്യം ഇറക്കിയെന്ന് വെച്ചാൽ, എന്നിട്ട് കൊച്ചാപ്പ സുരക്ഷിതമായിട്ട് ഒരു സൈഡിൽ നിർത്തി. ഒത്തിരി വണ്ടികളും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് പിന്നെ എന്നിട്ട് ഓരോരുത്തരായിട്ട് ഇറക്കുവാണ്. മക്കളൊക്കെ വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണല്ലോ, എല്ലാവരും കൂടെ കൂടിയിട്ട്, കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പം അതൊരു വളരെ സന്തോഷമേറിയ കാര്യമാണ്. എല്ലാവർക്കും ഓരോ നിർദ്ദേശമൊക്കെ കൊടുത്ത് കൊച്ചാപ്പ പിള്ളേരെയൊക്കെ അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. മൊട്ടക്കുന്ന് കയറുന്നതിനും ടിക്കറ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കൊച്ചാപ്പ പോയേക്കുവാണ്. എല്ലാ ഡ്യൂട്ടിയും കൊച്ചാപ്പാക്ക് തന്നെയാണ്. കൊച്ചാപ്പ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിനുള്ളിലെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ്. നിറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടാണ് അതുകൊണ്ട് നടക്കുന്നത്. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് അവിടെയൊക്കെ കാണാനായിട്ട്. വരിയോഴത്തായിട്ട് നന്നായിട്ട് ചെടികളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത്. അവിടെയും നല്ല തിരക്കായിരുന്നു, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാണ്. നടന്ന് ഒത്തിരി കുറച്ച് ദൂരം നടന്നെടുക്കണം അതിൻ്റെ എൻഡിലെത്താനായിട്ട്.
കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നും പോന്നു. പിന്നെ ഇനി ഞങ്ങൾ പോകുന്നത് തങ്ങൾപാറയ്ക്കാണ്. തങ്ങൾപാറയിൽ പോയിട്ട് ളുഹർ നമസ്കാരവും നമസ്കരിച്ച് ഭക്ഷണവും കഴിച്ചിട്ട് അവിടുന്ന് പോരാമെന്നും പറഞ്ഞാണ്. കോലാലമേടാണ് തങ്ങൾപാറ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുന്നത് കാണാം. ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചിറങ്ങിയപ്പോഴാണ് സഞ്ജു ലക്ഷ്മി എന്ന് പറയുന്ന വ്ളോഗേഴ്സിനെ കണ്ടത്. ഈ മൊട്ടക്കുന്നിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് അവരെ കണ്ടത്. പിന്നെ വണ്ടി കയറിയിട്ട് കൊച്ചപ്പാട പതിവ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മൈക്കും കൊണ്ടാണ് കൊച്ചപ്പ ഇത്തോടെ എല്ലാവരുടെയും പേര് വിളിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ തങ്ങൾപാറയിൽ പോയി എല്ലാവരും നമസ്കരിക്കാനുള്ളവരൊക്കെ നമസ്കരിച്ച് പിന്നെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചത്. ഞങ്ങൾ ഈ പറഞ്ഞോട്ട് ഭക്ഷണം ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ബിരിയാണി ആയിരുന്നു അത്. അവിടെ വെച്ച് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുന്നിന് മുകളിലൊക്കെ കയറി, കുറേയൊക്കെ മുകളിലേക്കൊക്കെ കയറി. തങ്ങൾപാറയുടെ അങ്ങനെ ഒത്തിരി ദൂരം പോയില്ല, കുറച്ചൊക്കെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. അതിനുശേഷം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി. അതിൻ്റെ ഒന്നും വീഡിയോ ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. എനിക്ക് അതൊക്കെ എൻ്റെ നിന്ന് ഡിലീറ്റായി പോയെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ പകുതി എപ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ആയായിരുന്നു. അതിനുശേഷം ബാക്കി എല്ലാവരും എടുത്ത വീഡിയോസും ഫോട്ടോസും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആണ് ഞങ്ങൾ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ പോയി. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി. അതിനുശേഷം ഒരു തേയിലത്തോട്ടത്തിൽ പോയി. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ പോയി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി. ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിറ്റേ ദിവസം 4 മണിയായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും. വളരെ നല്ല സന്തോഷത്തോടുകൂടി ഒത്തിരി എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. മക്കളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. കൊച്ചാപ്പ മക്കളുടെ കൂടെ അതുപോലെ നിന്നു. അതുകൊണ്ടാണ് പിള്ളേരും വലിയവരും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തത്. ആർക്കും ഒരു മടുപ്പോ മുഷിപ്പോ ഒന്നും തോന്നിയില്ല. നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും തോന്നിയില്ല. അതാ പിള്ളേർ നല്ല എൻജോയ് ചെയ്താണ്. പിള്ളേരുടെ കൂടെ തന്നെയാണ് കൊച്ചപ്പ കളിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പിന്നെ ടൂറ് നല്ല ഇത്രയും എൻജോയ്കരമാക്കി തന്നതിന് കൊച്ചാപ്പാനോടാണ് ഞങ്ങൾക്ക് ഒത്തിരി താങ്ക്സ് പറയാനുള്ളത്. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കുഞ്ഞ് 2 പൈതങ്ങൾ. അത് തത്തുമോളും അമ്പ്രുമോനുമാണ്. എൻ്റെ അനിയത്തിമാരുടെ മക്കളാണ് 2 പേരും. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.